ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന തണ്ണിമത്തൻ അച്ചാറാണ്. ആദ്യം തന്നെ നമുക്ക് തണ്ണിമത്തൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ്, ഇത്രയും പീസ് എടുത്തിട്ടാണ് ഞാൻ അച്ചാർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊന്ന് ചെറിയ പീസുകളായിട്ട് കുരുവും കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വെളുത്തുള്ളി തോല് കളഞ്ഞ് കട്ട് ചെയ്ത് പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുക്കാം. തണ്ണിമത്തൻ അച്ചാർ തയ്യാറാക്കാനുള്ള ഒരു ഫ്രൈ പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. വെച്ച വെളുത്തുള്ളിയും 3 പച്ചമുളകാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എണ്ണ ഞാൻ ഇതിന് വളരെ കുറവാണ് ചേർത്തിരിക്കുന്നത്. അധികം എണ്ണ വേണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ചത്. ആവശ്യമുള്ള ഇനി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ടീസ്പൂണ് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ സ്റ്റൗ ഒന്ന് ഓഫാക്കാം. ഇനി നമുക്ക് ഇതിൽ വെള്ളമൊന്നുമില്ല, നല്ല വരണ്ടതുപോലെ എടുത്തിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ല. ഇതിൽ തണ്ണിമത്തനിൽ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. നമുക്ക് ഈ തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. തണ്ണിമത്തനിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചതും തണ്ണിമത്തൻ മധുരമുള്ളതും പുളി ഇല്ലാത്തതുമാണ്. അതപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ശകലം പുളിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി. അച്ചാറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തണ്ണിമത്തൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ തണ്ണിമത്തൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമസ്കാരം.